കെ.ആർ. നാരായണനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ നയതന്ത്രജ്ഞനായിട്ട് വിദേശ രാജ്യങ്ങളിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. തുടർച്ചയായി 3 പ്രാവശ്യം ലോകസഭയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ആളാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്നു, നമ്മുടെ ഉപരാഷ്ട്രപതിയായിരുന്നു, രാഷ്ട്രപതിയായിരുന്നു. ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന കെ.ആർ. നാരായണനെ കുറിച്ചുള്ള ചരിത്രം. ഇതിൽ കൂടുതലൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും ജാതിയുടെ പേരിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളും പീഡനങ്ങളും ഒക്കെ നമുക്കറിയാം. കോട്ടയം CMS കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ഒക്കെ ആയിട്ടാണ് കെ.ആർ. നാരായണൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം 1ാം റാങ്കോടുകൂടി പാസ്സായ കെ.ആർ. നാരായണൻ അദ്ദേഹത്തിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി തരണമെന്ന് ലെക്ചറായിട്ട് നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP-യെ സമീപിച്ചു. നമ്മുടെ CP എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ കെ.ആർ. നാരായണൻ്റെ ജാതി പറഞ്ഞ് അപമാനിച്ച് അദ്ദേഹത്തിന് ജോലി നൽകാതെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ബിരുദദാന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചുവെങ്കിലും അദ്ദേഹത്തെ ജാതി പറഞ്ഞ് അപമാനിച്ചതിൻ്റെ പേരിൽ തൊഴിൽ നൽകാത്തതിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് കെ.ആർ. നാരായണൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. അന്ന് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ റാങ്കുകാരൻ എന്തുകൊണ്ട് ചടങ്ങിന് വന്നില്ല എന്ന് അന്വേഷിക്കുകയും വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹം കെ.ആർ. നാരായണനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന് ജോലി വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തു. എന്നാൽ കെ.ആർ. നാരായണൻ പറഞ്ഞത് എനിക്കിനിപ്പോൾ ഉടനെ ഇവിടെ ജോലി വേണ്ട, ഞാൻ കൂടുതൽ പഠിക്കാനും തൊഴിലെടുക്കാനുമായിട്ട് ഡൽഹിയിലേക്ക് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, അതിനെന്തെങ്കിലും സഹായം ചെയ്തു തരണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിക്കുകയും രാജാവ് അന്നത്തെ 500 രൂപ ലോണായിട്ട് കെ.ആർ. നാരായണന് അനുവദിച്ചു കൊടുക്കുകയും ആ തുകയുമായിട്ട് കെ.ആർ. നാരായണൻ ഡൽഹി തട്ടകമാക്കി കേരളത്തിൽ നിന്ന് പോവുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കെ.ആർ. നാരായണൻ അവിടെ മാധ്യമ പ്രവർത്തകനായിട്ട് ജോലി ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധിയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തു. ഈ കൂട്ടത്തിലാണ് അദ്ദേഹം JRD ടാറ്റയെ പരിചയപ്പെടുന്നത്. ലണ്ടനിൽ പോയി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ബിരുദമെടുക്കണമെന്നുള്ള തൻ്റെ ആഗ്രഹം, ഹയർ സ്റ്റഡീസ് നടത്തണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം JRD ടാറ്റയുമായി പങ്കുവെക്കുകയും അതിനു വേണ്ടുന്ന സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ടാറ്റയുടെ ഫൗണ്ടേഷനിൽ നിന്ന് JN ടാറ്റയുടെ പേരിലുള്ള എൻഡോമെൻറ്റിൽ നിന്ന് കെ.ആർ. നാരായണന് 16,000 രൂപ സ്കോളർഷിപ്പ് അനുവദിക്കുകയും 1000 രൂപ ലോണായിട്ട് അനുവദിക്കുകയും ചെയ്തുകൊണ്ട് JRD ടാറ്റയാണ് നമ്മുടെ കെ.ആർ. നാരായണനെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് പഠിക്കുവാനായിട്ട് അയച്ചത്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പഠിച്ച് പാസ്സായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ കെ.ആർ. നാരായണൻ്റെ ജീവിതമാണ് ചരിത്രം. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇന്ത്യയിലെത്തിയ കെ.ആർ. നാരായണനെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ തൊഴിൽ നൽകുകയെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഇന്ത്യയുടെ സ്ഥാനപതിയായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ദിരാഗാന്ധിയോടൊപ്പം പ്രവർത്തിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധത്തിന് വഴങ്ങി രാഷ്ട്രീയത്തിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും ഒക്കെയായി തീർന്നത്. കെ.ആർ. നാരായണൻ എന്ന ഉഴവൂർക്കാരനായ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ബാലൻ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം വരെ എത്തിച്ചേർന്നത് ഒരു വലിയ ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ, സഹനത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളുടെ ചരിത്രമാണ്. നമ്മളിപ്പോൾ പലതരത്തിലുള്ള ചരിത്രങ്ങൾ വായിക്കുകയും പഠിക്കുകയും അറിയുകയും അന്വേഷിക്കുകയും ചില ചരിത്രങ്ങളിലൊക്കെ നമ്മൾ ഇൻസ്പയർ ആവുകയും മോട്ടിവേറ്റ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാർഗിൽ യുദ്ധകാലഘട്ടത്തിൽ ഇന്ത്യയിലൊരു തൂക്ക് മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നത്. കാര്യം പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട വാജ്പേയി സർക്കാരായിരുന്നു തൂക്ക് മന്ത്രിസഭ അന്ന് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് കാർഗിൽ യുദ്ധം ഉണ്ടാകുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ 3 സൈനിക തലവന്മാരും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കെ.ആർ. നാരായണനോടാണ് ചർച്ച ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മുന്നിട്ട് നിന്ന് നയിച്ച് നേടിയെടുത്ത വിജയം കൂടിയാണ് കാർഗിൽ യുദ്ധവിജയമെന്ന് നമ്മൾ ഓർക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള സംഗതി കൂടിയാണ്. കെ.ആർ. നാരായണൻ രാഷ്ട്രപതിയുടെ കസേരയിലേക്ക് എത്തുന്നത് വരെ ഏത് സർക്കാരാണോ രാഷ്ട്രപതിമാരെ തിരഞ്ഞെടുക്കുന്നതിന് കാരണഭൂതരാകുന്നത് ആ സർക്കാരുകളുടെ ഇച്ഛയ്ക്ക് വഴങ്ങി അവരുടെ റബ്ബർ സ്റ്റാമ്പായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന പല രാഷ്ട്രപതിമാരുടെയും ഓഫീസിൻ്റെ പ്രവർത്തന രീതിയും കീഴ്വഴക്കവും. എന്നാൽ കെ.ആർ. നാരായണൻ രാഷ്ട്രപതിയായി വന്നതോടുകൂടി അത്തരം കീഴ്വഴക്കങ്ങൾ മാറ്റുകയും രാഷ്ട്രപതിയുടെ അല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പദവിക്ക് ഉള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളെ ബോധ്യപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളിൽ പലരും ഒന്ന് ഓഫായി പോകാറുണ്ട്.
ജീവിതം ഇനി എങ്ങോട്ട് പോകുമെന്നറിയാതെ ഇടിച്ചു നിന്നു പോകാറുണ്ട്. ചില അപമാനങ്ങളിൽ, ചില പരാജയങ്ങളിൽ നമ്മൾ തളർന്നു പോകാറുണ്ട്. ഒരു സാധ്യതയുമില്ലായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കസേര വരെ എത്തിയ KR നാരായണനെ പോലുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന, അദ്ദേഹം സഞ്ചരിച്ച, അദ്ദേഹം നേട്ടങ്ങൾ കൊയ്ത ഒരു രാജ്യത്താണ്, ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു ബോധ്യമുണ്ടായാൽ മതി. മുമ്പിലെ തടകളും മുമ്പിൽ കുറുകെ വരുന്ന എതിരുമൊക്കെ ഒന്നുമല്ലാതായി മാറും. റോൾ മോഡലാക്കുമ്പോൾ മറ്റ് പലരും നമുക്കുണ്ടായിരിക്കും. പാട്ടുകാർ, സിനിമാക്കാർ, സംഗീതജ്ഞർ എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് കയറി വന്നിട്ടുള്ളവർ തന്നെയാണ് ഭൂരിഭാഗവും. അവരുടെ സ്ഥാനമല്ല, അവരവർ ചെന്നെത്തി നിൽക്കുന്ന ആ പദവിയല്ല, അവർ സഞ്ചരിച്ച വഴികളാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ടതും മോട്ടിവേറ്റ് ചെയ്യേണ്ടതും. KR നാരായണൻ വന്ന വഴികൾ, അദ്ദേഹം സഞ്ചരിച്ച, അദ്ദേഹം അനുഭവിച്ച ജീവിത കാഴ്ചകൾ, അത് നമുക്ക് പാഠമാക്കാം.